മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോണയാണ്. സിസ്റ്റർ, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഫാദർ ജോസ് പയ്യപ്പള്ളി, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛ, സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ വക്കച്ചൻ കൂമ്പയിലാണ്. അച്ഛ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിസ്റ്റർ, നമ്മൾ ഒരു 4 ആള് കൂടുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ പൊങ്ങച്ചം പറയാ, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രകൃതം, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡർ ആണോ? സാധാരണയായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള ചില അവസരങ്ങൾ ഉണ്ടാകും. അതെ, തീർച്ചയായും. ഓക്കെ, എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ഒരാളാകാൻ വേണ്ടിയിട്ട് പറയുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നു. അവരുടെ ഫാമിലിയിലും സംഭവിക്കുന്നു, സമൂഹത്തിലും സംഭവിക്കുന്നു, തൊഴിലിടങ്ങളിലും എല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ഇതിന് പറ്റുന്ന രീതിയിലുള്ള, ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ പറയുന്ന ഈ സോ കോൾഡ് ഒരു പൊങ്ങച്ച പ്രകൃതം, അതായത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, അല്ലെങ്കിൽ ഐ ആം ദ ഹെഡ് ഓഫ് ദി ഫാമിലി, നീയൊക്കെ മിണ്ടാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള അവരെ നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് അതിനെ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഡയറി തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ തോന്നുന്നു. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും മിക്കവർക്കും തോന്നും, ഇത് എനിക്കല്ലാതെ ബാക്കി എല്ലാവർക്കും ഉണ്ട്, മറ്റേ അയാൾ അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ തോന്നും. എങ്കിലും ഇതിൻ്റെ ഒരു കോർ ഫീച്ചർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീയും അവരുടെ അമ്മയും കൂടി വന്നിരിക്കുവാണ്. അപ്പോൾ അവർ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് അഡ്വൈസ്, ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആകാൻ പോകുന്നു. അപ്പം കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയുന്നു. അപ്പോൾ കുട്ടി വളരെ മ്ലാനമായിട്ട്, വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, സങ്കടത്തോടെ ഇരിക്കുവാണ്. അപ്പം മോളുടെ പേരിലാണ് ഫയൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളിങ്ങനെ വന്നിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ സാഡാണ് കക്ഷി. അപ്പം അമ്മ പറഞ്ഞു, സിസ്റ്ററെ ഏകദേശം 1 വർഷമാകാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട്, ഇവൾക്കിനി അയാളുടെ കൂടെ ജീവിക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പം പക്ഷെ ഞങ്ങളൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ജീവിക്കണ്ട എന്ന് പറയാനായിട്ടുള്ളൊരു കാരണം ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ജോലിക്ക് പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവളുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ടാണ് പറയുന്നത്, ഞങ്ങളോടെല്ലാം സ്നേഹമായിട്ടാണ് അവൻ ഇടപെടുന്നത്. പക്ഷേ ഇവള് പറയുന്നു, ഞങ്ങളുടെ അടുക്കയിൽ പറയുന്ന അല്ലെ ഞങ്ങളുടെ അടുക്കൽ പെരുമാറുന്ന ഒരാളല്ല ഇവളുടെ അടുക്കൽ പെരുമാറുന്നത്, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒത്തുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഓക്കെ, അത്രയും കേട്ടതിന് ശേഷം പിന്നെ നമുക്കറിയാം ആ കുട്ടിയുമായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കോർ ഫീച്ചർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ അമ്മയെ വെളിയിലേക്ക് വിട്ടു, മോളെ ഇരുത്തി സംസാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ, പുറമേ നിന്ന് വേറൊരാൾ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ഇല്ല, നല്ല സ്നേഹമുണ്ട്, കെയർ ഉണ്ട്, എൻ്റെ കാര്യം പറയുമ്പോഴും എല്ലാം ഉണ്ട്. പക്ഷേ കൂടെ ജീവിക്കുമ്പോൾ കുത്തി നോവിക്കും, അതാണ് പുള്ളിയുടെ ഒരു പ്രകൃതം. കൂടെ ജീവിക്കുമ്പോഴത്തേക്കും ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടും. എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയത് പോരാ, അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരെല്ലാം അങ്ങനെ മോശമാണ്, ഇതെല്ലാം പറയുകയും ചെയ്യും. പക്ഷെ എൻ്റെ വീട്ടുകാരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്നേഹം, ഏതാണ്ട് ഞാൻ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞതുപോലെയുള്ള ഒരു പ്രതീതിയാണ്. പിന്നെ ഒരു കാര്യവും ഞാൻ പറയുന്നത് അംഗീകരിക്കത്തില്ല. പുള്ളിയുടെ തന്നിഷ്ടം മാത്രമേ നടത്തത്തുള്ളൂ. സ്വന്തം കാര്യത്തിന് എത്ര പൈസ വേണമെങ്കിലും ചെലവഴിക്കും. അത് നമ്മൾ ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. കൂട്ടുകാരൊത്തു പോകാനും വലിയ ആളായി കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പൈസ ചെലവഴിക്കും. നല്ല ലോണും കാര്യങ്ങളും കടവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആരോടും പറയരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം അത് സാധിച്ചു തരാമെന്ന് പറയും, പക്ഷേ ആ ജന്മത്ത് നടക്കുകയില്ല. ആ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയും, പക്ഷേ ഇതൊന്നും നടക്കുകയില്ല. പിന്നെ എൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിന് വിട്ടുതരില്ല. എല്ലാം പുള്ളിയുടെ കാര്യത്തിലൂടെ പുള്ളി പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ പറയുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പോസിറ്റീവായിട്ടുള്ളൂ.
അപ്പൊ ഇതെല്ലാം വീട്ടുകാർക്കും അറിയാം, പക്ഷെ വീട്ടുകാർ മിണ്ടത്തില്ല. ഇപ്പൊ പുള്ളിക്കാരൻ രാവിലെ 10 മണിക്ക് നോക്കിയിട്ട് പറയാണ് ഇന്ന് ഇതിപ്പോ രാത്രി 10 മണിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറഞ്ഞോളണം. എന്തെങ്കിലും മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊന്നും പറയത്തില്ല. ചിലപ്പോൾ വളരെ കൊച്ചാക്കുന്ന രീതി, നിനക്ക് ബോധമില്ല, നിനക്ക് പഠിപ്പില്ല, അങ്ങനെ നമ്മളെ ശരിക്കും ക്രൂഷ്യലായിട്ട് കുത്തിമുറിവേൽപ്പിക്കുന്ന പോലെ ചെയ്യും. എന്നിട്ട് പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പം അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും പുള്ളിക്കാരൻ്റെ കാര്യം പറയാൻ മാത്രമേ ഇതുള്ളൂ. നമ്മളൊരു അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തലവേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ശരീരം മുഴുവൻ വേദനയായിരിക്കും. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണ എന്നാത്തിനാ, ഇതിൻ്റെ മരുന്ന് എനിക്കറിയാം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും സഫോക്കേറ്റഡ് ആയിട്ടുള്ളൊരു തലമായിട്ടാണ് ഈ കുട്ടി പറയുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു കേസ് എടുത്ത് അതിനെ ഒന്ന് പഠിച്ച് പിന്നീട് 2ാമത്തെ സെഷനൊക്കെ ഇവരെ വരുത്തിക്കേണ്ടി വന്നു, കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരുടെ, നാർസിസ്റ്റിക് പ്രകൃതക്കാരുടെ ഒരു മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ അവർ പുറമേ കാണിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സംഭവമായിരിക്കും. അതായത് കൂടെ നിൽക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടേറിയ, അതായത് അവരിങ്ങനെ ശ്വാസം മുട്ടി അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. അവർ പറയുന്നത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. അച്ഛന്മാരുടെ ഈ ഒരു അജപാലന ശുശ്രൂഷയ്ക്കിടയിൽ ഇത്തരം ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഇതുപോലുള്ള എല്ലാ മേഖലയിലും നമുക്ക് ഇതുപോലെയുള്ള വ്യക്തികളെ കാണാനും നമുക്ക് സാധിക്കും. പക്ഷേ പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇതുപോലെ അതൊരു ഡിസോർഡറായിട്ട് വളരെ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമുള്ള വിധത്തിൽ ഒരു രോഗാവസ്ഥയിലായിട്ടുള്ള വ്യക്തികളല്ല. എങ്കിലും പലർക്കും നമ്മൾ പ്രത്യേകിച്ച് പള്ളിയുടെ കാര്യത്തിലായാലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാൻ വരുന്നവർക്ക് എപ്പോഴും ഒരു കൂടുതൽ അംഗീകാരം കിട്ടുക, അവർക്ക് പേര് കിട്ടുക, പ്രശസ്തി കിട്ടുക, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ വലിയ കാര്യങ്ങളായിട്ട് പറയുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അത് ഒരു പ്രോബ്ലമായിട്ടല്ല. പക്ഷെ ചില കാര്യങ്ങൾ അവരെ കൊണ്ട് നടത്തിക്കണമെങ്കിൽ നമുക്ക് അത് അംഗീകരിച്ച് അത് കേട്ടിരുന്നേ പറ്റൂ. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നുകൊണ്ടും അതങ്ങനെ ശരിയാണെന്ന് അത് യെസ് വെച്ചുകൊണ്ടും നമുക്ക് കുറേയധികം വ്യക്തികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പൊതുപ്രവർത്തന മേഖലയിൽ നമുക്ക് ആവശ്യം വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ 1-2 വാക്ക് പുകഴ്ത്തി പറഞ്ഞാല് കാര്യം നടത്തി കിട്ടുന്ന കുറേ പേര് നമ്മൾ കണ്ടുമുട്ടും. അത് ധാരണമാണ്. അതായത് കണ്ടന്റ് ഇല്ല, സത്യം പറഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കണ്ടന്റ് ഇല്ല. പക്ഷെ അവര് ഒന്ന് പുകഴ്ത്തിയാല് എന്തും ചെയ്തു കളയും. അത് ഇനി അബദ്ധവശാൽ നമ്മുടെ വാക്കിൽ നിന്ന് അതുപോലുള്ള ഒരു പുകഴ്ച കിട്ടാൻ അർഹതയില്ലെന്ന് കണ്ട അവര് നമ്മളെ നഖശികാന്തം എതിർക്കുകയും ചെയ്യുന്ന രീതി, അതായിരിക്കും ആ രീതിയാണ്. ഇത് ഇപ്പം നമുക്കറിയാം, ഒരു പൊതുമേഖലയിലേക്കൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഒരു ജനറൽ കണ്ടീഷനിൽ വരുമ്പോ ഇവർ അത്ര പ്രോബ്ലമാറ്റിക് ആണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ ഈ കേസ് പറഞ്ഞ പോലെ കൂടെ ജീവിക്കുന്നവർക്ക്, കുടുംബത്തിലുള്ളവർക്കൊക്കെ ഇത് വളരെ റൂട്ട് ലെവലിലെത്തുമ്പോ മറ്റു വ്യക്തികൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. അതാണ് പ്രത്യേകിച്ച് ഇവരുടെ പാർട്ട്നേഴ്സാണ്, ലൈഫ് പാർട്ട്നേഴ്സ് സഫർ ചെയ്യുന്നുണ്ട്. പല ഭാര്യമാരും ഇത് പറഞ്ഞിട്ടുണ്ട്. ആളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അടിമയെ പോലെ ഒരു വീട്ടിൽ ജീവിക്കുന്ന ധാരാളം ഭാര്യമാര് അല്ലെങ്കിൽ അമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. നാട്ടില് വലിയ ഒരു പ്രമാണിയുടെ പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തോളാം, പക്ഷെ എന്നാലും ചെയ്തു കൊടുത്തു വരില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഒരു ശൂന്യത അനുഭവിക്കാറുണ്ടോ? അവരുടെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് അവർ പോകാനുള്ള ഒരു സൈക്കോളജിക്കൽ കാരണം തന്നെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ശൂന്യതാബോധമാണ്. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഉള്ളു പൊള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ, ബാഹ്യ പ്രകടനങ്ങൾ കാണിച്ചാലേ ഇവർക്ക് അവരുടെ നിലനിൽപ്പിന് തന്നെ പറ്റുകയുള്ളൂ എന്നൊരു ചിന്ത വരികയാണ്. കുറിച്ചൊക്കെ പറയണത് ഉള്ളു പൊള്ളയത് കൊണ്ട് നല്ല ഒച്ചയാക്കണം എന്ന് പറയുന്നത് പോലെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട്
എന്തോ പിടിച്ച് ഈ അംഗീകാരത്തിന് വേണ്ടി ഓടി നടക്കും. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ താഴ്ത്തിക്കെട്ടി പറയുകയോ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം മൂലമാണ് ഇവർക്ക് ഇത് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ പറയുകയോ അല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ വൈകല്യങ്ങൾ, വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ അതവർ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ല സ്വീകാര്യരായിട്ടുള്ള വ്യക്തികളാണ്. കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. പക്ഷെ അത് എങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത്. അത് തന്നെയല്ലേ ഇവര് ഇപ്പം ഇവരുടെ ഒരു പ്രശ്നം കൊണ്ട് ഇവർ അങ്ങനെ ആയി തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തുവല്ല. കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് എടുക്കും. പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒക്കെ ഒരു കേസുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ജനറേഷൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ജനറേഷൻ്റെ എങ്കിലും നമ്മളൊരു ജനറൽ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി നമുക്ക് എടുക്കണം. കാരണം ഇവർ ഇതിലൂടെ വരാനുള്ള കാരണങ്ങൾ കുട്ടിക്കാലത്ത് ചില അവരുടെ ബാല്യകാല അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജനറ്റിക് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ട്രേറ്റിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ബാല്യകാല അനുഭവങ്ങൾ, തിക്ത അനുഭവങ്ങൾ, അബ്യൂസീവായിട്ടുള്ള അനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ടായിരിക്കാം. ഇതൊന്നും മനസ്സിലാക്കി പെരുമാറുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലേ? ഒരു പരിധി വരെ. കാരണം ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് അയാൾക്ക് തന്നെ ഒരു ഇൻസൈറ്റും കൂടി ഉണ്ടായാലേ ഇതിൻ്റെ അകത്ത് കുറേ വ്യത്യാസങ്ങൾ വരുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്, ഒരുപക്ഷെ പാർട്ട്ണർ ഇതിനോട് ചേർന്ന് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ചേട്ടൻ അങ്ങനെയാണ്, ചേട്ടൻ്റെ സ്വഭാവത്തിനൊത്ത് അങ്ങനെ വിട്ടുകൊടുത്തേക്കാം, സ്വന്തം കാര്യം മാത്രമേ പുള്ളി നോക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ പറയത്തില്ല സ്വന്തം കാര്യം സിദ്ധാവ എന്നൊക്കെ പറയുന്ന രീതിയായിരിക്കും. മേ ബി പാർട്ട്ണർ വിട്ടുകൊടുത്തേക്കാം. പക്ഷെ മക്കളായി കഴിയുമ്പോഴോ, മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പൻ, പക്ഷേ അപ്പൻ കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് വെറുതെ പുറം പൂച്ച് മാത്രമേ ഉള്ളെന്നുള്ള പിള്ളേർക്ക് മനസ്സിലാകും. അപ്പം ഇതെന്താകും, ജനറ്റിക്കലിയും ചിലപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ പ്രകൃതങ്ങൾ മക്കളിൽ ഉണ്ടാകുന്നു, ഈ കുടുംബ സാഹചര്യം ഉണ്ടാകുന്നു, പിന്നീട് അവരുടെ മക്കളിലേക്കും ഇതുപോലെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ കടന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പേരൻസ് നല്ല സ്റ്റാറ്റസിലും അല്ലെങ്കിൽ നല്ല കഴിവുള്ളവരും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ മക്കള് ഒരുപക്ഷെ മകനോ മകളോ അതുപോലെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് അത്ര സ്റ്റാറ്റസിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു, അമ്മ അങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയാണ്, ഞാൻ അതുപോലെ ചെയ്യുന്നത്, അങ്ങനെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനായിട്ടുള്ള ഒരു പ്രവണത അവരിൽ കൂടുതലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഇതുപോലെ ചെറുപ്പത്തിലെ തന്നെ ആ കുട്ടിയുടെ അച്ഛന് ഇങ്ങനെ ബിസിനസ് ഒക്കെയാണ്, പക്ഷെ എൻ്റെ വീട്ടിൽ ഇത്രയും JCB ഉണ്ട്, എൻ്റെ വീട്ടിൽ കാറുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു തരത്തിൽ ആരംഭമായിരിക്കൂല ഈ ഒരു. അത് ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് ഒരു ഡിഫൻസ് മെത്തേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു ഫോൾട്ട് നേച്ചർ അല്ലെങ്കിൽ തെറ്റായ ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് കടന്നു. കാരണം നമ്മുടെ മനസ്സിലേക്ക് ഏത് രീതിയിലുള്ള മനോഭാവങ്ങളാണോ കടക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ചിലപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്, ഇത്രയൊക്കെ സുഖസൗകര്യങ്ങളുണ്ട്, ഇത്രയും ഒരു അപ്പർ സോഷ്യൽ ക്ലാസ്സിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, എന്ന് പറഞ്ഞാലേ മറ്റുള്ളവർ എന്നെ അംഗീകരിക്കത്തുള്ളൂ എന്നൊരു മനോഭാവം വന്നു കഴിയുമ്പോൾ ആ കുട്ടി എപ്പോഴും അതിനൊരു ഇമാജിനറി വേൾഡ്, പിന്നെ ആ ഒരു രീതിയിലായിരിക്കും സംസാരിച്ചു പോകുന്നത്. അത് പതുക്കെ ശൈലിയിലേക്ക് പോകുന്നു, നമ്മൾ പറയുന്ന ഹാബിച്വേഷനിലേക്ക് പോകുന്നു. മേ ബി അത് തന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കും പോകാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടോ? നമുക്ക് ഇപ്പോൾ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മനോഭാവങ്ങൾ, നമ്മൾ പറയുന്ന ഒരു ഉട്ടോപ്യൻ വേൾഡിൽ അവർ ജീവിക്കുന്നു, അവരത് പറയുന്നു എന്നോർത്തിട്ട് അവർ എല്ലാ കാര്യങ്ങളിലും മാക്സിമം ഒരു സക്സസർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഫോൾട്ടുകൾ ഉണ്ടെന്ന് ഇവർക്കറിയാം. അല്ലെങ്കിൽ ഇവർ ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇവരെ കണക്കാക്കില്ല, ഇവർക്കൊരു വില കിട്ടില്ല. അത് ഓർത്തിട്ടാണ് ഇവരിതുപോലെ തന്നെ ഇല്ലാത്ത ചില പുറം മോടികൾ കൊണ്ടുവന്ന് വച്ച് നമ്മൾ പറഞ്ഞ മോടി പിടിപ്പിച്ച രീതിയിൽ അവരെ തന്നെ അവര് പുറമെ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആ വ്യക്തിയെ രക്ഷപ്പെടുത്താനായിട്ട് മറ്റുള്ളവർ സഹായിച്ചാൽ മാത്രം പോരാ,
ആ വ്യക്തിക്ക് ഒരു ഉൾപ്രേരണ വരണം, വരണം. അതിന് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ സാഹചര്യം നല്ല ധ്യാനങ്ങളോ അല്ലെ നല്ല ഉൾക്കാഴ്ചകളോടുകൂടി സ്വന്തമായിട്ടൊന്ന് ഉള്ളിലേക്ക് ഇറങ്ങാൻ തയ്യാറായ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടല്ലേ. തീർച്ചയായിട്ടും. പക്ഷെ അതിനുള്ള അവസരങ്ങൾ എങ്ങനെ കൊടുക്കാൻ സാധിക്കും? നമുക്കൊക്കെ ഉണ്ട്, അതൊന്ന് ഉപകാരപ്പെടുത്തണ്ടേ? ഉപകാരപ്പെടുത്തണം. പലപ്പോഴും ഈ ഇങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങളൊന്നും നമ്മുടെ സാധാരണ ആളുകളുടെ ഒരു ഡിസ്കഷൻ പാർട്ട് ആകുന്നില്ല അല്ലേ. നമ്മുടെ സാധാരണ ഒരു കുടുംബത്തെ ജീവിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അങ്ങനെ സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. കുറേയൊക്കെ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ പാർട്ട്നേഴ്സ് ചിലപ്പം ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അല്ലെ മക്കളും ഇതുപോലെ പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ ഒരാളുടെ പ്രശ്നം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിത്വ വൈകല്യം എന്ന് പറയുമ്പോൾ അത് അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം അല്ല. കാരണം അയാളുടെ വ്യക്തിത്വത്തിലെ വൈകല്യം അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഒരു ചീഞ്ഞ ആപ്പിള് ഒരു ആപ്പിൾ കൊട്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ചീഞ്ഞ ആപ്പിള് പതുക്കെ പതുക്കെ മറ്റുള്ളവയെയും ചീയിക്കും. എന്ന് വെച്ചാൽ ആ ആപ്പിളിന്റെ കുഴപ്പമല്ല, ആ ആപ്പിളിനെ നമ്മൾ എടുത്ത് ചിലപ്പോൾ ആ ചീവ് മാറ്റേണ്ടതായിട്ട് വരും. ഇതേപോലെ തന്നെയാണ് വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരിലൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ വലിയ ഒരു നേട്ടമാണ് ആ കുടുംബത്തിന് സംഭവിക്കുന്നത്. നമ്മൾ ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഒരു കുടുംബം, ഒരു സമൂഹം എല്ലാം രൂപപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള വിലയുണ്ട്. പലപ്പോഴും പറ്റുന്നത് നമ്മളിപ്പോൾ മാനസിക ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മാനസികാരോഗ്യമാണ്, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ മാനസികാരോഗ്യമാണ്. അപ്പം ഇതിന് ഒരു കൂടിയുള്ള ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായാൽ മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. ചിലപ്പോൾ സിസ്റ്റർ പറഞ്ഞു നമ്മുടെ കുടുംബങ്ങളിൽ ഇതിന്റെ ചർച്ച ഉണ്ടാകട്ടെ, അല്ലെ? നമ്മുടെയൊക്കെയാണ് കുടുംബ യൂണിറ്റുകളിലോ അല്ലെങ്കിൽ ഒരുമിച്ച് സ്കൂളുകളിൽ പോലും ഇതിന്റെ ചർച്ചകൾ ശക്തമാകേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ ഞങ്ങളെ, അതായത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ വിളിച്ച്, ഇപ്പം ഞാനൊക്കെ ഒത്തിരി പാരൻസ് മീറ്റിങ്ങിന്, അതായത് PTA മീറ്റിങ്ങുകൾക്കൊക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലം ആയിരിക്കാം, കുട്ടികളുടെ പെരുമാറ്റ വൈകാരിക പ്രശ്നങ്ങളെക്കുറിച്ച്, പാരൻറ്റിങ്ങിനെ കുറിച്ച്, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരാതിരിക്കാനുള്ള ചില പ്രിക്കോഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചൊക്കെയുള്ള ജനറൽ ടോപ്പിക്കുകൾ നമ്മളൊരു പൊതുജനം അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവരായാലും ശരി, സമൂഹ ജീവിതം നയിക്കുന്നവരായാലും ശരി, ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ചില മാനസിക ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുമ്പോഴും കൃത്യമായ ശരിയായ ഒരു വിവരം അതിൻ്റെ അകത്ത് കിട്ടുമ്പോഴും എല്ലാം നമ്മൾ ഒരു പരിധി വരെ ഈ മാനസിക ആരോഗ്യത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. നല്ല വായനയും നല്ല ചർച്ചകളും നല്ല പഠനവും ഒക്കെ ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുമല്ലോ. തീർച്ചയായിട്ടും. അതെ, ഇപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ ശരി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ അവര് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ദയോ അനുകമ്പയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണോ? നമുക്കത് പൂർണ്ണമായിട്ടും അവർക്ക് അങ്ങനെ ഒരു ദയയും അനുകമ്പയൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ നമ്മൾ പറയുന്ന, ഇപ്പം ഈ ഒരു കേസ് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് നിർത്തി ഹസ്ബൻഡിനെ കുറിച്ച് ഭാര്യ ഇത്രയും പറയുമ്പോൾ ഹസ്ബൻഡ് ചിന്തിക്കുന്ന ഒരു ഡയമെൻഷനുണ്ട്. ഹസ്ബൻഡിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഹസ്ബൻഡ് ചിന്തിക്കുന്ന ആ ഡയമെൻഷനെയാണ് നമ്മൾ ഒരു സബ്ജക്റ്റീവായിട്ട് നമ്മൾ കാണുന്നത്. ഒബ്ജക്റ്റീവലിയേ മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് അയാൾക്ക് തന്നെ ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പം ആ കാരണങ്ങളിൽ ഉണ്ടാകുന്ന അപാകതകളെയാണ് നമ്മൾ ഈ തെറാപ്പി സമയങ്ങളിൽ തെറ്റുണ്ട് എന്ന വ്യക്തിക്ക് മനസ്സിലാകാനായിട്ട് പേഴ്സണൽ പരിശ്രമങ്ങൾ നടത്തണം. പേഴ്സണൽ പരിശ്രമങ്ങൾ നമ്മൾ ഇതേപോലെ നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും. അപ്പൊ അതിനൊക്കെയാണ് ഈ തെറാപ്പികൾ സഹായിക്കുന്നത്. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തെയും ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറൊരാൾ എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യുന്നതാണ് കൂടെയുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ഉചിതമായിട്ടുള്ളത്, അപ്പം ഏതാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന്
ഇവരെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. തെറപ്പിയിലൂടെ അങ്ങനെ അവർക്ക് ഒരു ബോധ്യം നൽകാനായിട്ട് സാധിക്കണം അല്ലേ? ബോധ്യം നൽകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് നമ്മളെ അവർ വിട്ടുകൊടുക്കും. കാരണം നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ കണ്ടീഷൻ ഉള്ളതുപോലെ തന്നെയാണ് ഒരു ആത്മീയ തലവും. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നു എങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മൾ സഹകരിക്കുമ്പോഴാണ് നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോഴേ വളരെ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും എപ്പോഴും ശല്യപ്പെടുത്തുകയും എപ്പോഴും ഞാനൊന്ന് മാനിക്കപ്പെടുകയും ചെയ്യുന്ന ആ കുഞ്ഞുങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് അവർക്ക് വേണ്ട ചില ഇൻപുട്ടുകൾ കൊടുത്ത് സ്നേഹപൂർവ്വം അവരെ കേട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ശാന്തമാവുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും അതൊരു ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഡയറക്ഷന്റെ ഭാഗമാണത്. ആണ്. ഇപ്പൊ ആദ്യകാലങ്ങളിൽ നമ്മൾ കുട്ടികളുടെ ഇതുപോലെയുള്ള പെരുമാറ്റങ്ങളെ പെരുമാറ്റ വൈകല്യം എന്ന രീതിയിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ പെരുമാറ്റ വൈകല്യം, വൈകാരിക പ്രശ്നങ്ങൾ, അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു ഇൻഡിവിജ്വൽ കെയർ, വ്യക്തിപരമായിട്ടുള്ളൊരു കെയർ കൊടുക്കുകയും അവരെ വ്യക്തിപരമായിട്ട് നമ്മൾ അറിയുകയും ചെയ്യണം. കാരണം അവരുടെ മാതാപിതാക്കൾ ആരാ, അവർ ജീവിക്കുന്ന സാഹചര്യം ഏതാണ്, അവർ ഏതൊരു കൾച്ചറിൽ നിന്നാണ് വരുന്നത്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച ആദ്യം സിസ്റ്റർ പറഞ്ഞ ആ കഥയിൽ, ആ സ്റ്റോറിയിൽ ആ ചേട്ടനെ, ആ യുവാവിനെ വിളിച്ചിട്ട് കുറേ സമയം കേൾക്കുകയും അവന് പതുക്കെ പതുക്കെ ഈ ഹിസ്റ്ററിയൊക്കെ അനലൈസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി 1-2 സിറ്റിംഗ് വേണ്ടി വരും. 1-2 അല്ല അച്ഛാ. കാരണം ആക്ച്വലി നാർസിസ്റ്റിക്സിനെ നമുക്ക് ഒന്ന് അവരെ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു പക്ഷേ ഇപ്പൊ സിസ്റ്ററിന്റെ അടുത്ത് വരുമ്പോ പോലും അവര് പൊങ്ങച്ചത്തിലായിരിക്കും, അവര് അങ്ങനെ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇവൾക്ക് എന്തുണ്ടായി, പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കും. കാരണം ഭാര്യ പറയുന്നത്, സിസ്റ്റർ ഇന്ന കാര്യങ്ങളെന്ന് വെച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ഒരു വീർപ്പുമുട്ടലുണ്ട്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഫാമിലിയോട്, സ്വന്തം അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളോടും ചോദിക്കാൻ പറഞ്ഞ അവനങ്ങനെയാണ്. കാരണം അവർക്കത് ശീലമായി, ചെറുപ്പം മുതലേ കണ്ടുപരിചയമുണ്ട്. അവൻ പറയുന്ന ഒരു കാര്യം വീട്ടിൽ നടക്കാൻ പറ്റത്തുള്ളൂ. സിസ്റ്റർ, ഈ ശീലമായ കാര്യങ്ങൾ പോലും അവന്റെ മനസ്സോടു കൂടിയും ദൈവത്തിന്റെ ഇന്റർവെൻഷനോടു കൂടിയും അവൻ ഒരു നല്ലതിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി പോസിറ്റീവായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ അവന്റെ ഒരു താല്പര്യം ചിലപ്പോൾ അവന് നല്ലതാകണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ തെറാപ്പിയിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഒന്ന് അക്സെപ്റ്റബിൾ ആകണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി, ആർക്കും തോന്നും അവരവരുടെ ജീവിതം സക്സസ് ആയിട്ട് പോകണം, കഴിയുന്നിടത്തോളം സമാധാനപരമായിട്ട് പോകണം, ഒരു സന്തോഷം അനുഭവിക്കണം എന്നൊക്കെ എല്ലാവർക്കും തോന്നും. അപ്പം നമ്മളവിടെ സൈക്കോ തെറാപ്പിയിൽ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണ് മാറ്റാൻ പോകുന്നത് എന്നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകണ്ടേ, അപ്പം നിങ്ങൾ ഇന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമ്മളതിനൊരു ബിഹേവിയർ കറക്ഷനും അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷനും ഒക്കെ കൊടുക്കുമ്പോൾ അവർ നമ്മളോട് സഹകരിക്കാൻ തുടങ്ങും. കാരണം ഡയറക്റ്റ്ലി നമ്മൾ അവരോട് ഇന്ന കാര്യങ്ങൾ മാറ്റണം എന്നല്ല പറയുന്നത്, മറിച്ച് ഇൻഡയറക്റ്റ്ലി മറ്റുള്ളവർക്ക് ഉചിതം അല്ലാത്ത, അല്ലെ മറ്റുള്ളവർക്ക് ഡിസൈഡ് അല്ലാത്ത കാര്യങ്ങളെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വൈകല്യത്തിനാൽ ബലിയാടുകളായിരിക്കുന്ന ഇപ്പൊ സ്ത്രീജനങ്ങളോ കുഞ്ഞുങ്ങളോ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അതിൽ നിന്ന് ആ കുടുംബം രക്ഷപ്പെടും, അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് അതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്. കാരണം വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് അവർ തന്നെ ഉദ്ദേശിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു രോഗാവസ്ഥയല്ല, മറിച്ചൊരു കണ്ടീഷനാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ വേറൊരു ആംഗിളിലൂടെ കാണാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴും വേറൊരാൾ, ഒരു തേർഡ് പാർട്ടി, ആ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അയാളുടെ ഒരു സ്കിൽഫുള്ളായിട്ടുള്ള ഒരു സമീപനവും അതോടൊപ്പം തന്നെ ഈ ആത്മീയമായ ഒരു ചൈതന്യവും അതിന് പറ്റുന്നൊരു സാഹചര്യങ്ങളുടെ മാറ്റവും എല്ലാം വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെല്ലാം അതിൻ്റെ അകത്തൊരു മാറ്റം വരും. ഇപ്പം നമുക്കറിയാം, മാറ്റപ്പെടാൻ പറ്റുന്നതിനെ നമ്മൾ മാറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, ഇനി മാറ്റമില്ലാത്തതിനെ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു.
ഇതാണ് ശരിക്കും മനുഷ്യന് നന്മയിലേക്ക് വരാൻ എപ്പോഴും സാധിക്കൂല. സാധിക്കും. എപ്പോഴും ഒരു അൾട്ടിമേറ്റ്ലി നന്മയുണ്ട് അതിൽ. അപ്പൊ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ പറ്റുമോ നമുക്കതിന്, ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം കുഞ്ഞും നാളിലെ തന്നെ, അതായത് ഒരു വ്യക്തിയുടെ ചെറുപ്പകാലങ്ങളിൽ തന്നെയുള്ള ശീലങ്ങളെ, വ്യക്തിയുടെ പെരുമാറ്റത്തെ, അവൻ്റെ കാഴ്ചപ്പാടിനെ എല്ലാം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, അതായത് പ്രൊഡക്റ്റീവായ ഒരു രീതിയിലേക്ക്, വൈകല്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, മാതാപിതാക്കളുടെ സഹകരണം, നല്ലൊരു പാരന്റിങ് സ്റ്റൈൽ എല്ലാം ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.